തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാം അങ്ങേക്കാരാധന. തിരുസന്നിധിയിൽ ഇന്ന് വന്നിടുവാൻ കൃപ നൽകിയതാം അങ്ങേക്കാരാധന. ദൈവപുത്ര അങ്ങേക്കാരാധന. യേശുനാഥ അങ്ങേക്കാരാധന. ദൈവപുത്ര അങ്ങേക്കാരാധന. യേശുനാഥ അങ്ങേക്കാരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാ അങ്ങേക്കാരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാ അങ്ങേക്കാരാധന. ദൈവപുത്ര അങ്ങേക്കാരാധന. യേശുനാഥ അങ്ങേക്കാരാധന. ദിവ്യകാരുടെ നാഥനായ ഈശോയെ, ഈ മണിക്കൂറുകളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. 2-3 പേർ എൻ്റെ നാമത്തെ ഒരുമിച്ച് കൂടുമ്പോൾ ഞാൻ അവരുടെ മധ്യ ഉണ്ടെന്ന് അങ്ങയുടെ വാഗ്ദാനം ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ മധ്യ എഴുന്നള്ളി ഞങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഈശോയെ, ഞങ്ങളിതാ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, തൃത്വൈക ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ഓർക്കാം. ഈശോയുടെ സാന്നിധ്യമുള്ളിടത്ത് പിതാവായ ദൈവമുണ്ട്, പരിശുദ്ധാത്മാവുമുണ്ട്. ഈ തൃത്വൈക ദൈവത്തിലാണ് നാം ജീവിക്കുന്നതുമായിരിക്കുന്നതും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കാൻ കടപ്പെട്ടവരാണ് നാം. ഇപ്പോൾ നമുക്ക് സ്വർഗീയ വൃന്ദങ്ങളോട് ചേർന്ന് തൃത്വൈക ദൈവത്തെ പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും പാടി ആരാധിക്കാം. കൈകളടിച്ചു പാടാം. ദൈവപിതാവിന് ആരാധന, ദൈവപിതാവിൻ ആരാധന, ദൈവപിതാവിൻ ആരാധന, ദൈവപിതാവിന് 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടി പാടാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുനാഥന് ആരാധന, 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 യേശുനാഥന് ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ
പരിശുദ്ധാത്മാവിന് ആരാധന, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവിന് ആരാധന, പരിശുദ്ധാത്മാവിന് ആരാധന, പരിശുദ്ധാത്മാവിന് ആരാധന, പരിശുദ്ധാത്മാവിന് ആരാധന, പരിശുദ്ധാത്മാവിന് ആരാധന, പരിശുദ്ധാത്മാവിന് ആരാധന, പരിശുദ്ധാത്മാവിന് ആരാധന. ഹല്ലേലൂയ 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 ശത്രുവിന്റെ സകല ശക്തികളുടെ മീതെ ചവിട്ട് നടക്കാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. യാതൊന്നും നിങ്ങൾ ഉപദ്രവിക്കരുന്ന രക്ഷിത യേശു നാമത്തിന്റെ വചനത്തിന്റെ ശക്തിയാൽ നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. നിരൽ വചനത്തിന്റെ ശക്തിയാൽ മാർക്കോസ് 5:8 അശുദ്ധാത്മാവേ ആ മനുഷ്യന്റെ പുറത്തു പോകൂ എന്ന് ആജ്ഞാപിച്ച യേശു വചനത്തിന്റെ ശക്തിയാൽ ഞങ്ങൾ അസ്വസ്ഥപ്പെടുത്തുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ, വ്യക്തി ജീവനങ്ങളെ ശല്യപ്പെടുത്തുന്ന എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളെയും യേശു നാമത്തിൽ കാൽവരിക്കു ചേർത്ത് ബന്ധിച്ച് ബഹിഷ്കരിച്ച് ഇത് നിർവീര്യമാക്കുന്നു. ബന്ധനമഴിയട്ടെ, ചേർന്ന് പാടാം. കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, യേശുനാമത്തിന്റെ ശക്തിയാൽ പൊട്ടട്ടെ, യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ ഒഴുകട്ടെ, യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ ഒഴുകട്ടെ, യേശുവിന്റെ തിരുരക്തത്താൽ അടിമ ചങ്ങല അഴിയട്ടെ, യേശുവിന്റെ തിരുരക്തത്താൽ അടിമ ചങ്ങല അഴിയട്ടെ, സാത്താനേ യേശുനാമത്തിൽ നീ നിത്യ നരകത്തിൽ പോകൂ, ഞാനും എൻ്റെ കുടുംബവുമെല്ലാം യേശുവിൻ്റേത് മാത്രം. ബന്ധനമഴിയട്ടെ, യേശുനാമത്തിൽ കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ഹല്ലേലൂയ, കണ്ണുകളടച്ച് കൈകൾ കൂപ്പി മനസ്സിനെ ഏകാഗ്രമാക്കാം. ഈശോയുടെ സാന്നിധ്യം സ്മരിക്കാം. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അവാച്യമായ നെടുവീർപ്പകളാൽ ആത്മാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ഈ നിമിഷം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എൻ്റെ ആന്തരിക നേത്രങ്ങൾ തുറക്കണമേ. വിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന എഴുന്നള്ളിയിരിക്കുന്ന സത്യദൈവത്തെ തിരിച്ചറിയാൻ പറ്റുന്ന വിധം എൻ്റെ ആന്തരികമായ നയനങ്ങൾ തുറക്കണമേ. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. പ്രാർത്ഥിക്കുമ്പോഴുള്ള മടുപ്പ് മാറ്റിത്തരണമേ. സ്നേഹമുള്ളവരെ, പ്രാർത്ഥനയോടെ ഈ പാട്ടിൻ്റെ വരികളോട് ചേർന്ന് നമുക്ക് ആലപിക്കാം. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിൻ
സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഈശോയെ, ജീവിതഭാരത്താൽ ഞാൻ വല്ലാതെ തളർന്നിരിക്കുന്നു. കടബാധ്യതകളും നീറുന്ന നിരവധി പ്രശ്നങ്ങളും എന്നെ വേട്ടയാടുകയാണ്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാം എൻ്റെ അടുക്കൽ വരുവിൻ. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അങ്ങയുടെ വചനം ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, ജീവിതയാത്രയിൽ തളർന്നു പോകാതെ കുരിശു വഹിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് തരണമേ. ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോൾ ശക്തിയായി എന്നിൽ നിറഞ്ഞിടണേ. ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോൾ ശക്തിയായി എന്നിൽ നിറഞ്ഞിടണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഈശോയെ, രോഗത്താൽ ഞാനും എൻ്റെ കുടുംബവും തളർന്നിരിക്കുകയാണ്. ഒന്നിനു പിറകെ ഒന്നായി വേട്ടയാടുന്ന രോഗപീഠകൾ. കർത്താവേ, രോഗത്താൽ ഞാൻ വലയുമ്പോൾ സൗഖ്യമായി വരണമേ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോൾ സൗഖ്യമായി നീ എന്നിൽ വരണേ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോൾ സൗഖ്യമായി നീ എന്നിൽ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഈശോയെ, അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് സക്കേവൂസിനെ ഓർമ്മ വരികയാണ്. നിന്റെ ദർശനം കൊതിച്ച ഒരു ചുങ്കക്കാരൻ. ധനികനും ചുങ്കക്കാരിൽ പ്രധാനിയുമായിരുന്നല്ലോ സക്കേവൂസ്. ഭൗതികമായ ഒരുപാട് സമ്പത്ത് അയാൾക്കുണ്ടായിരുന്നെങ്കിലും മാനസികവും ആത്മീയവുമായി തളർന്നവനായിരുന്നു സക്കേവൂസ്. യഹൂദനായിരുന്ന സക്കേവൂസ് റോമാക്കാർക്ക് വേണ്ടി യഹൂദരിൽ നിന്ന് ചുങ്കം പിരിച്ചിരുന്നതുകൊണ്ട് യഹൂദർക്ക് അയാളോട് കടുത്ത വിദ്വേഷമായിരുന്നു. സ്വന്തം ജനങ്ങളാൽ മാറ്റി നിർത്തപ്പെട്ടവനാണ് സക്കേവൂസ്. ഒരുപാട് പണമുണ്ടെങ്കിലും സന്തോഷവും സമാധാനവും അയാൾ അനുഭവിച്ചിരുന്നില്ല. എല്ലായിടത്തും ഒരു ഒറ്റപ്പെടൽ, മാറ്റി നിർത്തപ്പെടുന്ന അവസ്ഥ. ഇങ്ങനെ ഉള്ളം നൊന്ത് കഴിയുകയാണ് സക്കേവൂസ്. അങ്ങനെ ഇരിക്കെ സക്കേവൂസ് ആ വാർത്ത കേൾക്കുകയാണ്. ചുങ്കക്കാരെയും പാവകളെയും സ്നേഹിക്കുന്ന ഒരു യഹൂദ റബ്ബിയുണ്ട്. ആ നിമിഷം മുതൽ മനസ്സിലൊരാഗ്രഹം, ആ നസ്രായനായ യേശുവിനെ ഒന്ന് കാണണം. ഈശോയെ, നിന്നെ കാണാനുള്ള കൊതി കൊണ്ട് സിക്കമോർ മരത്തിൽ കയറി മരച്ചിലകൾക്കിടയിൽ ഒളിച്ചിരുന്ന സക്കേവൂസിനെ ഞാൻ ഓർക്കുകയാണ്. കർത്താവേ, ഞാനും എൻ്റെ ഈ ജീവിതമാകുന്ന മരക്കുമ്പിൽ നിൻ്റെ വരവിനായി, നിൻ്റെ സ്പർശനത്തിനായി കാത്തിരിക്കുകയാണ്. കർത്താവേ, നീ എൻ്റെ ഉള്ളിലേക്ക്, എൻ്റെ ജീവിതാവസ്ഥയിലേക്ക് വരണമേ. എൻ ജീവിതമാ
ഈ മരക്കൊമ്പിൽ നിന്റെ വരവിനായി കാത്തിരിപ്പൂ എൻ ജീവിതമാ ഈ മരക്കൊമ്പിൽ നിന്റെ വരവിനായി കാത്തിരിപ്പൂ എൻ നാമമൊന്നു നീ വിളിക്കുവാനായി ആശയോടിന്നും ഞാൻ പാർത്തിരിപ്പൂ എൻ നാമമൊന്നു നീ വിളിക്കുവാനായി ആശയോടെന്നും ഞാൻ പാർത്തിരിപ്പൂ എൻ ജീവിതമാ ഈ മരക്കൊമ്പിൽ നിന്റെ വരവിനായി കാത്തിരിപ്പൂ. സ്നേഹമുള്ളവരെ, സങ്കീർത്തനം 34 നാം ഇപ്രകാരം വായിക്കുന്നു: കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. വിശുദ്ധ അഗസ്റ്റിൻ കർത്താവിനെ അറിയാൻ സാധ്യതയുണ്ടായിട്ടും കർത്താവിൻ്റെ വഴികളിൽ നിന്ന് മാറി നടന്നു. അമ്മയായ മോണിക്കയുടെ പ്രാർത്ഥനയും ത്യാഗവും മകൻ്റെ മാനസാന്തരത്തിന് കാരണമാവുകയാണ്. മാനസാന്തരപ്പെട്ട് ഈശോയെ അനുഭവിച്ചറിഞ്ഞ വിശുദ്ധ അഗസ്തിനോസ് ഇപ്രകാരം പറയുകയുണ്ടായി: ഓ നിത്യസ്നേഹമേ, നിന്നെ അനുഭവിച്ചറിയാൻ ഞാൻ വൈകിപ്പോയി. എത്ര വൈകി ദൈവമേ നിന്നെ അറിയുവാൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂടെ വസിക്കുന്ന നമ്മുടെ കർത്താവിനെ അനുഭവിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ജീവിത സാഫല്യമല്ലേ കർത്താവിൻ്റെ ദർശനം? കർത്താവിൻ്റെ സന്നിധിയിലിരിക്കുമ്പോൾ നമുക്കും ആഗ്രഹിക്കാം, ഈശോയൊന്ന് കാണണം, ഈശോയുടെ സ്വരമൊന്ന് കേൾക്കണം, ആ ഈശോയെന്ന് ആസ്വദിക്കണം. സങ്കീർത്തകൻ പറയുന്നത് പോലെ കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവൻ. ഞാൻ കർത്താവിനെ തേടി അവിടുന്ന് എനിക്കുത്തരമരുളി. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഉത്തരം തരണമെങ്കിൽ നാം തേടണം. തേടുമ്പോൾ അരികിൽ വരുന്ന തമ്പുരാനാണ് അവിടുന്ന്. യേശുവിനെ കാണേണം, എനിക്കേശുവിനെ കാണേണം. തീവ്രമായി ആശിപ്പു ഞാൻ, എനിക്കേശുവിനെ കാണേണം. യേശുവിനെ കാണേണം, എനിക്കേശുവിനെ കാണേണം. തീവ്രമായ ആശിപ്പു ഞാൻ, എനിക്കേശുവിനെ കാണേണം. സ്നേഹപിതാവേ, കണ്ണുകൾ തുറന്നു തരണേ. പരിശുദ്ധാത്മാവേ, കണ്ണുകൾ തുറന്നു തരണേ. എനിക്കേശുവിനെ കാണേണം, എനിക്കേശുവിനെ കാണേണം. സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ സ്വരം കേൾക്കാൻ ആഗ്രഹിക്കാം. ജീവിതത്തിൽ ഭൂരിഭാഗവും നാം കർത്താവിനോട് അങ്ങോട്ട് സംസാരിക്കുകയല്ലേ ചെയ്യുന്നത്. നമ്മുടെ പ്രാർത്ഥനകൾ, അപേക്ഷകളെല്ലാം നാം കർത്താവിനോട് അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴെങ്കിലും കർത്താവ് നമ്മോട് സംസാരിക്കുന്നത് എന്താണെന്ന് കേൾക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ, കൊതിച്ചിട്ടുണ്ടോ? ഒരു നിമിഷം കണ്ണുകളടച്ച് ഇരുകൈകളും ചങ്കിൽ വെച്ച് എൻ്റെ കർത്താവിന് എന്നോടെന്തോ പറയാനുണ്ട്, അത് കേൾക്കാൻ ഞാനിതാ കൊതിക്കുന്നു. യേശുവിനെ കേൾക്കേണം,
എനിക്കേശുവിനെ കേൾക്കേണം. തീവ്രമായി ആശിപ്പു ഞാൻ, എനിക്കേശുവിനെ കേൾക്കേണം. യേശുവിനെ കേൾക്കേണം, എനിക്കേശുവിനെ കേൾക്കേണം. തീവ്രമായ ആശിപ്പു ഞാൻ, എനിക്കേശുവിനെ കേൾക്കേണം. സ്നേഹപിതാവേ, കാതുകൾ തുറന്നു തരണേ. പരിശുദ്ധാത്മാവേ, കാതുകൾ തുറന്നു തരണേ. എനിക്കേശുവിനെ കേൾക്കേണം, എനിക്കേശുവിനെ കേൾക്കേണം. ഈശോയെ, എൻ്റെ ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം പലപ്പോഴും നിനക്ക് തരാതിരുന്നിട്ടുണ്ട്. ഈശോയെ, നിന്നേക്കാളുപരി വ്യക്തികളെയും വസ്തുക്കളെയും ഞാൻ സ്നേഹിച്ചുപോയി. എൻ്റെ മുഴു ഹൃദയത്തോടുകൂടെ അങ്ങേ സ്നേഹിക്കാനുള്ള കൃപ തരണമേ. ഈശോയെ, നിന്നെ ആസ്വദിക്കാനുള്ള വലിയൊരു ആത്മീയ അഭിഷേകം തരണമേ. യേശുവിനെ ആസ്വദിക്കണം, എനിക്കേശുവിനെ ആസ്വദിക്കണം. തീവ്രമായി ആശിപ്പു ഞാൻ, എനിക്കേശുവിനെ ആസ്വദിക്കണം. യേശുവിനെ ആസ്വദിക്കണം, എനിക്കേശുവിനെ ആസ്വദിക്കണം. തീവ്രമായ ആശിപ്പു ഞാൻ, എനിക്കേശുവിനെ ആസ്വദിക്കണം. സ്നേഹപിതാവേ, ഹൃത്തടം തുറന്നു തരണേ. പരിശുദ്ധാത്മാവേ, ഹൃത്തടം തുറന്നു തരണേ. എനിക്കേശുവിനെ ആസ്വദിക്കണം, എനിക്കേശുവിനെ ആസ്വദിക്കണം. സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നൊരു തീരുമാനമെടുക്കാം. ഇന്നു മുതൽ എൻ്റെ ഈശോയെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കും. നാളിതുവരെ കർത്താവിൽ നിന്ന് വഴിമാറിയിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കാം. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുന്നതിനായി കൈകൾ കൂപ്പി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.